ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. അപ്പോൾ അനിയനക്ക് മദ്രസയിലുള്ളതുകൊണ്ട് 6 മണിയൊക്കെ ആയപ്പോൾ മദ്രസയ്ക്ക് പോയി. അതിന് ശേഷം അലക്കാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ട് പിന്നെ വെയിലാകുമ്പോഴേക്കിന് മിറ്റടിച്ച് തരാൻ ഇരുത്തിയിട്ട് ഉമ്മ മിറ്റടിച്ച് തരാൻ ഇറങ്ങി. പിന്നെ ഫസ്റ്റ് തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ മെഷീനിൽ വെള്ളം തിരിക്കാനും കളയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഒന്ന് കടലക്കറി ഉണ്ടാക്കാമെന്നൊക്കെ ഇരുത്തിയിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ കടലൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ഉണ്ടാക്കാൻ ഉള്ളിയും കിഴങ്ങൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ഓരോന്ന് തോര കളഞ്ഞ് കട്ടിയാലെടുത്തി. അപ്പോക്കിന് മിറ്റടിച്ചേറലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ വന്നപ്പോൾ ഒന്ന് പുട്ടുണ്ടാക്കാമെന്നൊക്കെ ഇരുത്തിന്. അപ്പോൾ പുട്ടുക്കുള്ള തേങ്ങയൊക്കെ ചിരകി അതിൻ്റെ ഇടയിൽ കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് കടലൊക്കെ ഇട്ട് കറിക്കുള്ളത് ഗ്യാസിൽ വെച്ച് പിന്നെ പുട്ടിനുള്ള പൊടി എടുത്ത് അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചിലെടുത്തി. അതിൻ്റെ ഇടയിൽ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിക്ക് പൊടിയിടാനും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് ഉമ്മക്ക് ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് ചായ അടിക്കണം. അങ്ങനെ ഉമ്മമാൻ്റെ ചായയൊക്കെ എടുത്ത് ഉമ്മ പൊടിയെടുത്തി. പുട്ടുപൊടി നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പുട്ടും കുറ്റിയൊക്കെ ആക്കി നേരെ ഗ്യാസ്മൊക്കെ വെച്ച് അതിന് ശേഷം ചോറ് അടുപ്പത്ത് വെക്കില്ല. അപ്പോൾ തലേ ദിവസത്തെ വെണ്ണൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റൊക്കെ കോരി അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് അപ്പോഴേക്കും കുട്ടി എണീറ്റുണ്ടായിരുന്നു. അങ്ങനെ ഓൻ എണീറ്റ് വന്ന് ഓൻ്റെ ബ്രഷൊക്കെ കൊടുത്ത് ഓൻ കുറച്ച് നേരമൊക്കെ പല്ലേക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം പല്ലേക്കും പിന്നെ അതിന് ഓരോ തുൽമകളേക്കാരും. അങ്ങനെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ബ്രഷ് 2 പീസാക്കിയിട്ട് കൊണ്ടുവന്നു. രാവിലെ തന്നെ പിന്നെ സിറ്റൗട്ട് അടിച്ചൊരിടലുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ചെയ്യുള്ളൂ. അങ്ങനെ കറി ആയപ്പോൾ പിന്നെ ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കറി തൂമിച്ച് ചേർന്ന് അതിൻ്റെ ഇടയിൽ അലക്കലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഡ്രെയിൻ ചെയ്യാനിട്ട് അങ്ങനെ പുട്ടിൻ്റെ പരിപാടികളും കഴിഞ്ഞ് അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അരിയൊക്കെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെള്ളത്തിൽ ഇട്ടുകൊടുത്ത് അപ്പോഴേക്കും പിന്നെ പുറത്തിറങ്ങി കളി നടത്തിയിരിക്കുന്നു. പുറത്ത് എന്തെങ്കിലും തുലുമ്പുകളുണ്ടാവും. അങ്ങനെ കാട്ടിങ്ങനെ നടക്കും. അങ്ങനെ വേണ്ടി ചെരുപ്പ് കൊണ്ട് വന്നിട്ട് ഉമ്മയോട് കുറേ പറഞ്ഞ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഉമ്മ എനിക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ മുറ്റത്ത് കൂടെയുള്ള കുറച്ച് നേരം മുറ്റത്ത് കൂടെയുള്ള കളിയേക്കാരും. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ബക്കറ്റിക്ക് ഓരോന്നിട്ടിട്ട് പിന്നെ പുറത്ത് തോരയിടാൻ പോയി. അതിൻ്റെ ഇടയിൽ മദർസയ്ക്ക് അയാൾ മദർസൊക്കെ കഴിഞ്ഞ് വന്നിക്കണം. അങ്ങനെ ഓരോ സൈഡിൽ കൂടെ തോരയിടലും പിന്നെ അനിയത്തിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓളങ്ങനെ രാവിലെ തന്നെ ചായയുടെ കഴിഞ്ഞിട്ട് ക്ലാസ്സിനും പോയി. ഓള് പോണത് കണ്ടിട്ട് ഓള് പിന്നാലെ പോകാൻ ഓടി വരുന്നത്. അത് അങ്ങനെ കുറച്ചൊക്കെ ഓള് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് പിന്നെ ഓനെ പിടിച്ചുകൊണ്ടുവന്ന് അപ്പോഴേക്കും എമി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ്റെ പല്ലൊക്കെ തെപ്പിച്ച് ഓനക്കുള്ള ചായയും കടിയൊക്കെ കൊടുത്ത് ഓൻ പുറത്ത് പോയി തിന്നു. അപ്പോഴേക്കും ഉമ്മൻ്റെ തോട്ടത്തേക്ക് എത്തിക്കണം. അങ്ങനെ ഉമ്മയുടെ തോട്ടത്തിൽ ഉമ്മ രാവിലെ തന്നെ നനയ്ക്കാനും ഒക്കെ ഉള്ള പരിപാടികളായി. നനയ്ക്കാനും അതുപോലെ തന്നെ പയറൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് ഉമ്മാൻ്റെ തോട്ടത്തിൻ്റെ വീഡിയോ കണ്ടില്ലാത്തവരെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ പോയി കാണണം. ഉമ്മാൻ്റെ തോട്ടവും അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരെന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. അങ്ങനെ ഇന്ന് നമുക്ക് കുറച്ച് പയറുണ്ടായിരുന്നു. അങ്ങനെ പയറും പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു. അങ്ങനെ തക്കാളിയൊക്കെ അറുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് അപ്പോഴേക്കും ഉമ്മാൻ്റെ പയർ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എമി വന്ന് തക്കാളി പൊട്ടിക്കാൻ അങ്ങനെ ഓനക്ക് തക്കാളി പൊട്ടിക്കാൻ എന്നിട്ട് കാണിച്ചെടുത്തിട്ട് ഓനുള്ളതൊക്കെ പൊട്ടിച്ചെന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ചായ അടിക്കാൻ പോയി. പുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇങ്ങനെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഊറ്റാൻ നിന്ന് അങ്ങനെ അത് ഊറ്റിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് സാമ്പാറൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് അത് ഓരോന്ന് കട്ട് ചെയ്യലെടുത്തി. അതിനിടയിൽ ഇപ്പോൾ വിളിച്ച് അപ്പോൾ കുറച്ച് നേരം പിന്നെ ഇപ്പാനോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. ഇപ്പോൾ അവിടെ ഇല്ല, ഇപ്പോൾ തലശ്ശേരിയാണുള്ളത്. അപ്പോൾ അവിടെയാണ് വർക്ക്. അപ്പോൾ ഇപ്പോൾ തലശ്ശേരി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ നേരാക്കണ്ടായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി തൽക്കണി പതുപ്പൊക്കെ വെച്ച് പിന്നെ അടിച്ചു വരാൻ നിന്ന്. വീട് മൊത്തത്തിൽ വരെ എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങളേക്കാരും. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് അവിടെയൊക്കെ അടിച്ചു വരിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴുകില്ല. നമുക്ക് ഉള്ളിൽ അങ്ങനെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാ പാത്രങ്ങളും പുറത്തേക്ക് ഇടും. അങ്ങനെ പുറത്തുനിന്ന് പാത്രം മോറലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ തളിച്ച വെള്ളമൊക്കെ പറഞ്ഞ് അതങ്ങനെ അവിടെ വെച്ച് അതിൻ്റെ ഇടയിൽ മീൻകാർ വന്നിരുന്നു. അപ്പോൾ പിന്നെ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ ഉമ്മ സാമ്പാറിനുള്ള അടുപ്പത്ത് വെച്ചിക്കണം. അങ്ങനെ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് സാമ്പാർ റെഡിയാക്കി. പിന്നെ ഇവരെ കുളിപ്പിക്കാൻ നിന്ന്. അങ്ങനെ ഇവനെ കുളിപ്പിക്കാൻ കയറ്റി ഇവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ചോറ് എന്താ അടുപ്പത്തേക്ക് തന്നെ കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ വെച്ച്. അങ്ങനെ അത് അല്ലാണ്ട് മസാല ഒന്നും ഇടാതെ തന്നെ അത് ഫ്രൈ ആക്കി എടുത്ത് പിന്നെ മീൻ നന്നാക്കി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ മസാല ആക്കി കോളിഫ്ലവർ ആയതിനു ശേഷം പിന്നെ കയ്പങ്ങ ഉപ്പേരി വെക്കാൻ നിന്ന്. അങ്ങനെ കയ്പങ്ങ ആദ്യം തന്നെ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഉള്ളിക്കിട്ട് അത് റെഡിയാക്കി വെച്ച് അതിന് ശേഷം ചട്ടിക്ക് വെച്ച് മീനും പൊരിച്ചെടുത്ത് അതിനിടയിൽ തുടക്കാൻ പോന്നു. ഇതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. സാമ്പാറും കയ്പങ്ങപ്പേരും മീനും കോളിഫ്ലവറൊക്കെ തന്നെ എന്നുള്ളത്.
അങ്ങനെ അതൊക്കെ കുട്ടി ഫുഡ് കഴിച്ച് അതിന് ശേഷം ആദ്യം കുട്ടികളൊക്കെ കിടത്തി ഉറക്കി. അങ്ങനെ ഓരോക്കെ ഉറങ്ങി. പിന്നെ ഇനി വൈകുന്നേരം നീക്കുമ്പോഴേക്കിന് നാരങ്ങൾ ഉണ്ടാക്കാൻ നിർത്തി. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, നല്ല തണുക്കുള്ളൂ. അങ്ങനെ നാരങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ നൂഡിൽസ് ചെയ്യുന്നു. അങ്ങനെ അതും റെഡിയാക്കി വെച്ച്. അങ്ങനെ വൈകുന്നേരം ഓല് എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കൂടെ കളിച്ചു. ഞാനൊരു മാങ്ങയും കൊടുത്തു. കുറച്ച് നേരം അതൊക്കെ അടിച്ച് നിന്ന് നടന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ പന്തളിച്ച് നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിൻ്റെ നേരത്ത് രണ്ടാളി മേലെ ഒഴുകിയിട്ട് ഉള്ളിൽ കയറ്റുക. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളവും കടിയൊക്കെ തിന്ന് അതിനുശേഷം ഇവനക്ക് നൂഡിൽസ് കണ്ടാൽ വേണ്ടി വരും. അപ്പോൾ പിന്നെ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവനക്കൊരു ഭൂരി പൊരിച്ചെടുത്ത് ഓനതൊക്കെ കഴിച്ചടിയിരുന്ന്. പിന്നെ എമി അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കളർ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ ഓരോന്ന് കളർ എടുക്കലെടുത്തി. അപ്പോഴേക്കും പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് രാത്രിക്കുള്ള ചോറൊക്കെ കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ രാവിലെ മാങ്ങ സുർക്കിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് അതൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട് കടന്നുറങ്ങലെടുത്തി.